നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തി. ഇതൊരു വലിയ ചലനമാണ്. മോദി വരുമ്പോൾ തന്നെ വോട്ടങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. ഇക്കുറി അത് വലിയ മാറ്റമായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. കാരണം തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പലവട്ടം വന്നു, അതിൻ്റെ ഫലം കാണുകയും ചെയ്തു. അതെ, സുരേഷ് ഗോപിയുടെ വിജയം. തിരുവനന്തപുരത്തും ഇത് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് BJP നേതൃത്വവും അണികളും ഒക്കെ. അതെ, ആ മാറ്റം ഉണ്ടാകുമോ? 100% ഉണ്ടാവും. കാരണം അദ്ദേഹത്തിൻ്റെ വരവ് ഒരു 1.5 വരവ് തൃശ്ശൂർ വന്നതുകൊണ്ടാണ്. ആ തൃശ്ശൂർ ഉറപ്പ് അദ്ദേഹത്തിനുള്ളതുകൊണ്ടാണ് തൃശ്ശൂർ ഞാനിങ് എടുക്കുക എന്നുള്ള ആ തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഡയലോഗ് അടിച്ചത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് വന്ന് പ്രധാനമന്ത്രിയുമായിട്ട് അടുപ്പമുള്ള ഒരു ലീഡർഷിപ്പ് അദ്ദേഹം തൃശ്ശൂർ ജനത്തിന് കൊടുത്തു. ആ കല്യാണത്തിന് വരികയും സമയം ചെലവഴിക്കുകയും പിന്നെ വീണ്ടും 2 പ്രാവശ്യം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തതിനു ശേഷം തൃശ്ശൂർ പൊതുയോഗത്തിലും വന്നു, തൊട്ടടുത്ത പാലക്കാടിനും വേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു 3-4 മണ്ഡലത്തിന് വേണ്ടി ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി സമയം മാറ്റിവെക്കുക എന്നുള്ളത് ആ കേരള ജനതയുടെ മനസ്സ് ബഹുമാനപ്പെട്ട PM-ന് മനസ്സിലായി. ഞാൻ കേരളത്തിൽ സമയം ചെലവഴിച്ചാൽ അത് ഗുണമായിരിക്കും. അത് ഗുണമാണ്. ഇവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ അമ്മമാർക്കും സഹോദരിമാർക്കും വരെ ഇന്ന് മോഡി ആരാധ്യ കഥാപാത്രമാണ്. അദ്ദേഹത്തിനൊരു പൊളിറ്റിക്കൽ പ്രധാനമന്ത്രി, ലോക നേതാവിനുപരി എന്തോ ഒരു അദൃശ്യ ശക്തി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കൊച്ചു കുഞ്ഞുങ്ങൾ പോലും മോഡിയപ്പൂപ്പൻ എന്ന് പറയുകയും കാണുന്ന സദസ്സിലുള്ള പടങ്ങൾ എഴുതി കാണിക്കുന്നത് അദ്ദേഹം സെക്യൂരിറ്റിക്കാരെ കൊണ്ട് മേടിക്കുന്നതുമെല്ലാം. അപ്പോൾ കേരളത്തിൻ്റെ ഒരു മലയാളി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ജനങ്ങളുടെ ഇടയിൽ മോഡിജി വരുത്തി തീർക്കുവാൻ മോഡിജിയുടെ പ്രവർത്തന ശൈലി കൊണ്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് കോട്ടയത്ത് വന്നപ്പം പറഞ്ഞതെന്താ, എൻ്റെ കൂടെ 5 വർഷം പ്രവർത്തിച്ച എൻ്റെ ഉറ്റ സുഹൃത്തെന്നാണ് അനൂപ് ആൻ്റണിയെ പറഞ്ഞത്. പല പ്രധാനമന്ത്രിമാരും കേരളത്തിൽ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഇന്ദിരാഗാന്ധി വന്നപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്താണെന്ന് രമേശ് ചെന്നിത്തലയാണെന്ന് ഹിന്ദിയിൽ ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് പറയൂ. നരസിംഹറാവു ആകെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉറ്റ ചങ്ങാതി കരുണാകരൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം കാലുവാരാൻ കൂട്ടുന്നത് കരുണാകരനായിരുന്നു, ഭൂരിപക്ഷം ഇല്ലാത്ത ഗവൺമെൻറ്റിന്. അതുപോലെ ഒരു പ്രധാനമന്ത്രിയും കേരളത്തിലെ ഒരു ലീഡറും എൻ്റെ ചങ്ങാതി എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ യുവ നേതാവായ അനൂപ് ആൻ്റണിയെ വളരെ ആ ജില്ലയിലും ആ മണ്ഡലത്തിലും ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിപ്പിക്കുവാൻ ആരാധ്യനായ നരേന്ദ്രമോദിക്ക് കഴിവുണ്ട്. അനൂപിന് കഴിവുണ്ടില്ലെന്ന് പറയുന്നില്ല. ഷോൺ ജോർജിന് കഴിവുണ്ട്, ജോർജ് കുര്യന് കഴിവുണ്ട്, എല്ലാ മഹത് വ്യക്തികൾക്കും കഴിവുണ്ട്. എന്നിരുന്നാലും ഒരു സഭയുടെ 2-3 സഭകളുടെ അംഗീകാരം നേടുവാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു എന്നുള്ളത് അതാണ് പ്രധാനമന്ത്രി ഇത്രയും ലോകരാഷ്ട്രങ്ങളിടയിൽ നയതന്ത്രജ്ഞ ബന്ധത്തിന് മുൻപന്തിയിലാണെങ്കിൽ കേരളത്തിൻ്റെ ജാതിമത സമവാക്യങ്ങളെ കയ്യിലെടുക്കുവാനും മോഡിജിയുടെ നയതന്ത്രജ്ഞ ബന്ധം കോട്ടയത്ത് സംസാരത്തിൽ പ്രതിഫലിച്ചു. എന്താ കോട്ടയത്തിൻ്റെ മെഡിക്കൽ കോളേജ് കണ്ടില്ല, നമ്മൾ ഇവിടെ പത്രങ്ങളൊക്കെ വായിച്ചല്ലോ, എത്രയോ കത്തികളൊക്കെ വയറ്റിൽ നിന്നെടുത്ത. അപ്പോൾ കേരളം പോലൊരു സ്റ്റേറ്റിലെ കോട്ടയം മെഡിക്കൽ കോളേജ് ഇങ്ങനെ ആയാൽ മതിയൊന്ന് അദ്ദേഹം കേരള നേതാക്കൾ സംസാരിക്കുന്ന രീതിയിലാണ് ഒരു പ്രധാനമന്ത്രി സംസാരിച്ചത്. കോട്ടയത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങൾ, ഇപ്പോഴത്തെ പുതിയ FCR ബില്ലിൻ്റെ നിയമം, അതിന് ആശങ്ക വേണ്ടെന്ന ബഹുമാനപ്പെട്ട നുണപ്രചരണമാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് ഇന്ത്യ മുന്നണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ 70 വർഷം പരീക്ഷിച്ചു, ഈ പയ്യനെ നിങ്ങൾ ഇവിടുന്ന് ജയിപ്പിക്കുകയാണ് എങ്കിൽ കോട്ടയം പോലുള്ള കേരളം പോലുള്ള സ്ഥാനത്തെ പൊന്നുപോലെയാക്കി തരുമെന്ന് പ്രധാനമന്ത്രി വാക്കുകൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അതുപോലെ കേരളത്തിൻ്റെ പൾസ് അറിയാം. ഏതൊരു ജില്ലയിൽ പ്രധാനമന്ത്രി വന്നാലും ആ ജില്ലയുടെ സാംസ്കാരിക നവോത്ഥാന നായകന്മാരെ, ക്ഷേത്രങ്ങൾ, മലപ്പുറത്ത് വന്നപ്പോൾ മലപ്പുറത്തിൻ്റെ ചന്ദനക്കുട കോഴിക്കോട് നടക്കുന്ന പള്ളിയെക്കുറിച്ച് അദ്ദേഹം പ്രശംസിച്ചു. തിരുവനന്തപുരത്ത് വരുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം, കോട്ടയത്ത് പോയാൽ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചും വൈക്കത്ത് അഷ്ടമി നടക്കുന്നതിനെക്കുറിച്ചും. അപ്പോൾ ആ ജില്ലയുടെ ചരിത്രങ്ങൾ പഠിക്കുവാൻ ഈ തിരക്കിലും, പശ്ചിമേഷ്യൻ യുദ്ധം നടക്കുമ്പോഴും ഈ തിരക്കിൻ്റെ ഇടയിലും പ്രധാനമന്ത്രി സമയം കണ്ടെത്തുന്നു. അതുകൊണ്ടാണ് കേരളത്തിലെ മോഡി ഗ്യാരൻറ്റിയാണ് അവിടെ നിൽക്കുന്ന അനൂപും
മറ്റ് സ്ഥാനാർത്ഥി ജോർജ് കുര്യനും ഷോണും എൻ്റെ ഗ്യാരൻറ്റിയിൽ ഞാൻ നിർത്തിക്കുന്നവരെന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ഏത് പൊളിറ്റിക്സ് ആയിട്ടുള്ള നേതാക്കൾ ഇവിടെ വന്ന് പറയും ഞാൻ നിർത്തിക്കുന്നതാണ്? രാഹുൽ പറയുമോ? എം.എ. ബേബി പറയുമോ? ആരും പറയില്ല. അപ്പോൾ കേരളത്തിൻ്റെ അമ്മപെങ്ങന്മാരുടെ മനസ്സറിയുവാൻ കേരളത്തിൽ BJPയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ്റോ തൂക്കുവരയാണെങ്കിൽ BJP നേതൃത്വം കൊടുക്കുകയാണ് എങ്കിൽ കേരളത്തെ ഗുജറാത്ത് പോലെയാക്കി മാറ്റുമെന്നാണ് ആരാധ്യനായ പ്രധാനമന്ത്രി കോട്ടയത്തും ഇവിടുത്തെ റോഡ് ഷോയിലും വന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഈ മോഡിയുടെ വരവ്, കേരളത്തിൻ്റെ മെയിൻ പ്രചാരകൻ എന്ന് പറയുന്നത് മോഡിക്കൊരു ഓട്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഓരോ വീടുകളിൽ പോയി ജനങ്ങളോട് സംവദിക്കുന്നത്. ജനങ്ങൾ സ്വീകരിക്കുന്നു. ഞാൻ പോയ പല സ്ഥലങ്ങളിലും അമ്പലം കള്ളന്മാരെ വീട്ടിനകത്ത് കയറ്റില്ലെന്ന് ബോർഡ് പ്ലക്കാർഡ് ഇട്ടില്ല ഞാൻ പലയിടവും കണ്ടിട്ടുണ്ട് എൻ്റെ കഴക്കൂട്ടം മണ്ഡലത്തിൽ. കാരണം 70 വർഷം കൊണ്ട് ചേട്ട ഈ കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് കൊള്ളയും കൊള്ളരുതായ്മയും, ദൈവത്തിന് പോലും ക്ഷേത്രങ്ങളെ വിഗ്രഹങ്ങൾ, ശബരിമല ശ്രീധർമ്മ ശാസ്താവൊക്കെ പഴയ വിഗ്രഹമാണോ ആ സ്ത്രീ പ്രവേശന സമയത്ത് മാറ്റിയൊന്ന് സാക്ഷാൽ അയ്യപ്പന് തന്നെ അറിയാമെന്ന സംശയമാണ്. ആ രീതിയിൽ എല്ലാ ക്ഷേത്രങ്ങളും കട്ടുമുടിച്ചു. ഗുരുവായൂർ ക്ഷേത്രവും അതുപോലെ തന്നെ പുരാതനമായിട്ടുള്ള അടുത്ത കാലത്ത് ഏറ്റുമാനൂരെന്നൊരു പഴയകാല ആൾ പറയുന്നുണ്ട്, അവിടുത്തെ പുരാതനമായ ഉരുളികൾ കാണാനില്ല. ഈ തിടമ്പ് ഏറ്റുന്നതെല്ലാം സ്വർണ്ണങ്ങളാണ്. തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ, കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ ഇത്തരത്തിലുള്ള അമൂല്യമായ വസ്തുക്കളെല്ലാം ഇന്ത്യ കടന്നുപോയി. അതുകൊണ്ടാണ് മോഡിജി പറഞ്ഞത് ഇവിടുത്തെ നേതാക്കൾ പോയി സോണിയാഗാന്ധിക്ക് ചരട് കെട്ടുന്ന പോലെയല്ല എന്ന്. കറക്റ്റാണ്. ഇവർക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് ലോകബന്ധമില്ല. ഇറ്റലിയും ഫ്രാൻസും കാനഡയൊക്കെ പുരാവസ്തു വാങ്ങിക്കുന്നത് കോൺഗ്രസ്സുകാർക്ക് ബന്ധമുള്ളൂ. അതുകൊണ്ടാണ് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ സ്വർണത്തിനെ ചെമ്പാക്കി അവിടെ ചെയ്തിട്ട് ആ സാധനവും കൊണ്ട് ഡൽഹിയിൽ പോയി മേഡത്തിന് കയ്യിലെന്തോ കിട്ടുന്ന കണ്ടില്ലേ. കോൺഗ്രസിൻ്റെ ലീഡർമാർ രണ്ടാമൻ KC ഒക്കെ അടുത്ത് നിൽക്കുന്നു. അതിനെ ഊഹിച്ചാണ് മോഡിജി പറഞ്ഞത് മേഡത്തിന് സോണിയ മാമിന് കയ്യിൽ ചരട് കിട്ടുന്ന രാഷ്ട്രീയമല്ല കേരള രാഷ്ട്രീയം. അപ്പോൾ കേരളത്തിലെ പൗരാണികമായ സ്വത്തുകളും അമൂല്യ രത്നങ്ങളും സ്വർണങ്ങളും തങ്കങ്ങളും അടിച്ചു മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ് ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഗുഡ് പരസ്യങ്ങൾ വരുന്നത്, നല്ല നല്ല പരസ്യങ്ങൾ. ഇവർ രണ്ടും ഒന്നാണ്. ഇന്ത്യ മുന്നണി തൊട്ടടുത്ത് കളിക്കളയ്ക്കപ്പുറം ഇവരൊന്നാണ്. കർണാടകത്തിൻ്റെ മംഗലാപുരത്തിനപ്പുറം ഇവരൊന്നാണ്. നമ്മളെ കോയമ്പത്തൂർ കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒന്നാണ്. എന്തിനാണ് ഇവർക്കൂടെ ഒന്നായിട്ട് നിന്നുകൂടെ? പക്ഷേ ഇവിടെ ഒന്നായിട്ട് നിന്നാൽ കമ്മ്യൂണിസ്റ്റ് എന്നും കോൺഗ്രസ് എന്നും പറഞ്ഞ് രണ്ട് മുന്നണികൾക്ക് ഓരോ 5 വർഷം കഴിയുമ്പോഴും മാറി മാറി ഭരിക്കുവാൻ പറ്റുകയില്ല. അപ്പോൾ ഈ കള്ളത്തരം മോഡിജി പ്രത്യേകിച്ച് കേരളത്തിലെ നാരീശക്തികളോട് പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഏത് പൊതുസമ്മേളനം എടുത്ത് നോക്കിയാലും സ്ത്രീ ജനങ്ങളാണ് കൂടുതലുള്ളത്. ഇപ്പം രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പിന് വന്നപ്പോൾ കണ്ടില്ലേ, പ്ലാസ്റ്റിക് കസേരകൾ മാത്രം എറണാകുളത്ത് വന്നപ്പോൾ അത് പല ചാനലുകളിലൂടെ കാണിച്ചു. അതെ, ചില ചാനലുകൾക്ക് രാജീവ് ഭരിച്ചാൽ മതി എന്നാണ് ചില ചാനലുകൾ പറഞ്ഞത്. പക്ഷേ ജനങ്ങളോ അമ്മപെങ്ങന്മാരോ തയ്യാറാകുന്നില്ല. ചിലർക്ക് വീണ്ടും പിണറായി വന്നാൽ മതിയെന്നാണ് പറയുന്നത്. ഈ അമ്പലക്കള്ളന്മാർ വേണ്ടെന്ന് ജനം പറഞ്ഞിട്ടും ചാനലുകാരുടെ അടുത്ത് മൈക്കൊണ്ട് ചെല്ലുമ്പോൾ കണ്ടില്ലേ, ഞാൻ ചാനലിൻ്റെ പേരൊന്നും പറയാൻ വരുന്നില്ല, എടുത്തെടുത്ത ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമോ നോക്കാം. അവർ ഇവിടെ രണ്ടുപേരും വേണ്ട, നമുക്ക് ഇനി ശോഭ മതി. അവിടെ അഗ്രഹാരമെന്ന് പറയുന്ന കൽപ്പാത്തിയിൽ പോയിട്ട് ഇവിടെ രാഷ്ട്രീയക്കാരല്ല ജാതി പറയണത്, ചാനലുകാർ മൈക്കിൽ കൂടി പറയാണ് ശോഭ നിങ്ങളുടെ ജാതിക്കാരല്ല കേട്ടോ. അത് പാലക്കാട് അങ്ങനെ ഒരു കണക്ക് വരികയുണ്ടായി. ബ്രാഹ്മണർ ഇത്ര ശതമാനം, അതെ, മുസ്ലിം ഇത്ര സമുദായം എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണരുടെ കണക്കൊക്കെ പറയുമ്പോൾ സ്ഥാനാർത്ഥി ഈഴവ സ്ഥാനാർത്ഥിയാണ്, നിങ്ങൾ അവർക്ക് വോട്ട് കൊടുക്കരുത് എന്നുള്ള രീതിയിലാണ്. അതെ, അങ്ങനെ ഒരു ചാനലുകാരന് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റ് നിയമം അനുസരിച്ച് ആ ചാനലിനെ ബാൻ ചെയ്യണം. ചാനൽ അവിടെ വർഗീയത പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമല്ല, ഇന്ത്യ ഗവൺമെൻറ് ആ ചാനലിനെ ബാൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഒരു ഭൂരിപക്ഷ മതത്തിൻ്റെ അടുത്ത് പോയി ആ സ്ത്രീയുടെ ജാതി പറയുന്ന മൈക്കിൽ കൂടി ചാനൽ. അപ്പം അത്തരത്തിലുള്ള ചാനലുകൾ ഇവർക്ക് പ്രചരണത്തിന് നിന്നിട്ടും അത് നമ്മൾ നോക്കിക്കൊള്ളാം, നീ പോ മോനെ ദിനേശാന്നാണ് പറഞ്ഞത്. അപ്പം അത്തരത്തിൽ കെൽപ്പും തൻ്റെ ഇടമുള്ള പാലക്കാട് കൽപ്പാത്തിയുടെ അമ്മ പെങ്ങന്മാർ ശോഭയെ സ്വീകരിക്കുവാൻ തയ്യാറാണ്.
അതേപോലെ അവിടെ മോഡിജി പറഞ്ഞ എന്താണ്, പാലക്കാടിൻ്റെ ഡെവലപ്മെൻറ്റ്, അവിടെയും ഇത്രയും മുനിസിപ്പൽ ഭരണം നടത്തുന്നു. ഈ കൗൺസിലർ പോലെ പാലക്കാട്, മലമ്പുഴ, കൃഷ്ണകുമാർ ഒക്കെ ജയിക്കുകയാണ് എങ്കിൽ അവിടുത്തെ കൗൺസിലർമാർക്ക് ഒരു ആച്ചാണ്, കൂടുതൽ ഫണ്ട് മേടിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് BJP വരരുത് എന്നുള്ള ഇടൻ അജണ്ട ഈ തിരഞ്ഞെടുപ്പോടുകൂടി പൊളിച്ചെഴുതും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.